എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ പ്രധാനമായും കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് മനുഷ്യശരീരം. ഇന്ന് നമ്മൾ അതിൽ നിന്നുള്ള 50 ചോദ്യങ്ങളാണ് നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. അന്നനാളത്തിൻ്റെ ശരാശരി നീളം. അന്നനാളത്തിൻ്റെ ശരാശരി നീളം 25 സെൻറ്റിമീറ്റർ. 25 സെൻറ്റിമീറ്ററാണ് അന്നനാളത്തിൻ്റെ ശരാശരി നീളം. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എത്ര പാളികളുണ്ട്? കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എത്ര പാളികളാണുള്ളത്? 10 പാളികൾ. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് 10 പാളികളാണ് ഉള്ളത്. മരിച്ച ഒരു പുരുഷൻ്റെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ആന്തരിക അവയവം. മരിച്ച ഒരു പുരുഷൻ്റെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ആന്തരിക അവയവം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ് മരിച്ച ഒരു പുരുഷൻ്റെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ആന്തരിക അവയവം. മരിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ആന്തരിക അവയവം. മരിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ആന്തരിക അവയവം ഗർഭാശയം, യൂട്രസ്. ഗർഭാശയമാണ് മരിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ആന്തരിക അവയവം. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം 120/80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി, mmHg. 120/80 mmHg ആണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം. ആരോഗ്യവാനായ ഒരാളുടെ കരളിൻ്റെ തൂക്കം. ആരോഗ്യവാനായ ഒരാളുടെ കരളിൻ്റെ തൂക്കം 1200 മുതൽ 1500 ഗ്രാം വരെ. ആരോഗ്യവാനായ ഒരാളുടെ കരളിൻ്റെ തൂക്കം 1200 മുതൽ 1500 ഗ്രാം വരെ ആയിരിക്കും. മനുഷ്യ ശരീരത്തിൽ ഒരു ഹോർമോണായും പ്രവർത്തിക്കുന്ന വിറ്റാമിൻ. മനുഷ്യ ശരീരത്തിൽ ഒരു ഹോർമോണായും പ്രവർത്തിക്കുന്ന വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് മനുഷ്യ ശരീരത്തിൽ ഒരു ഹോർമോണായും പ്രവർത്തിക്കുന്ന വിറ്റാമിൻ. കൊറോണറി ആർട്ടറിയിൽ രക്തയോട്ടം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്. കൊറോണറി ആർട്ടറിയിൽ രക്തയോട്ടം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക്. കൊറോണറി ആർട്ടറിയിൽ രക്തയോട്ടം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് ഹൃദയാഘാതമാണ്. ആദ്യത്തെ മനുഷ്യഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ആദ്യത്തെ മനുഷ്യഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് 1967 ഡിസംബർ 3. 1967 ഡിസംബർ 3 ആദ്യത്തെ മനുഷ്യഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ നടന്നത് 1994 ഓഗസ്റ്റ് 3. 1994 ഓഗസ്റ്റ് 3 ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. രക്തത്തെക്കുറിച്ചുള്ള പഠനം. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. ഹെമറ്റോളജിയാണ് രക്തത്തെക്കുറിച്ചുള്ള പഠനം. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തു. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ് ആണ് ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തു. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് ബ്ലഡ് ബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB പോസിറ്റീവ്. AB പോസിറ്റീവ് രക്തഗ്രൂപ്പാണ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O നെഗറ്റീവ്. O നെഗറ്റീവ് ഗ്രൂപ്പാണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. രക്തചംക്രമണം, ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയത്. രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി. വില്യം ഹാർവിയാണ് ബ്ലഡ് സർക്കുലേഷൻ, രക്തചംക്രമണം കണ്ടെത്തിയത്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ്. O പോസിറ്റീവ് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഏറ്റവും കുറവായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഏറ്റവും കുറവായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. AB നെഗറ്റീവ് ഗ്രൂപ്പാണ് ഏറ്റവും കുറവായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ്. ലോകത്തിലേറ്റവും അപൂർവമായി ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ്. ലോകത്തിലേറ്റവും അപൂർവമായി ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ്
ബോംബെ ഗ്രൂപ്പാണ് ലോകത്തിലെ ഏറ്റവും അപൂർവമായി ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് 300 മില്ലിലിറ്റർ. 300 മില്ലിലിറ്ററാണ് ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ്. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന രോഗാവസ്ഥയാണ്. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം മന്താണ് ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം. രക്തത്തിൽ ഇരുമ്പിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം അനീമിയയാണ് രക്തത്തിൽ ഇരുമ്പിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. അരുണ രക്താണുക്കളുടെ ഉൽപ്പാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം പോളിസൈത്തീമിയ രോഗമാണ് അരുണ രക്താണുക്കളുടെ ഉൽപ്പാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകീനം ഈഡിസ് ഈജിപ്തി എന്ന കൊതുകീനമാണ് മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം. മൂത്രത്തിൽ ആൽബുമിനിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ് ഹെല്ലേഴ്സ് ടെസ്റ്റാണ് മൂത്രത്തിൽ ആൽബുമിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ്. ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം നെഫ്രൈറ്റിസ് ആണ് ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം. കരളിൻ്റെ ദൈനംദിന പിത്തരസം ഉൽപ്പാദന ശേഷി ഏകദേശം 1 ലിറ്ററാണ് കരളിൻ്റെ ദൈനംദിന പിത്തരസം ഉൽപ്പാദനശേഷി. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഹീമോസൈറ്റോമീറ്റർ ആണ് രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം. രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം ആൻജിയോളജിയാണ് രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം. ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്? ഇരുമ്പിൻ്റെ ആധിക്യം കാരണമുണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്. മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് റിഗർ മോർട്ടിസ് എന്നാണ് മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്. എക്സിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എക്സിമ എന്ന രോഗം ത്വക്കിനെയാണ് ബാധിക്കുന്നത്. ഏത് രോഗത്തിൻ്റെ നിർണയത്തിനായാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? എയ്ഡ്സ് രോഗത്തിൻ്റെ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്. മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലത്തെയാണ് ബാധിക്കുന്നത്. മനുഷ്യനിൽ ഏത് ഹോർമോണിൻ്റെ കുറവാണ് വാമനത്വത്തിന് കാരണം? സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോണിൻ്റെ കുറവാണ് വാമനത്വത്തിന് കാരണമാകുന്നത്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ മെലാനിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. മെലാനിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ആൽബനിസമാണ് മെലാനിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ.
സ്ഫിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ. വിറ്റാമിൻ എ ആണ് കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെറ്റിനിസം. ക്രെറ്റിനിസമാണ് തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ബൈപ്പാസ് ശസ്ത്രക്രിയ. ബൈപ്പാസ് ശസ്ത്രക്രിയയാണ് ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ. പിതൃത്വ പരിശോധന ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. പിതൃത്വ പരിശോധന ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് DNA ടെസ്റ്റ്. DNA ടെസ്റ്റാണ് പിതൃത്വ പരിശോധന ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാനാകാത്ത ധാന്യകം. മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാനാകാത്ത ധാന്യകം സെല്ലുലോസ്. സെല്ലുലോസാണ് മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാനാകാത്ത ധാന്യകം. മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത്. മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോം. യൂറോക്രോമാണ് മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശികൾ ഗ്ലൂട്ടിയസ് മാക്സിമസ് അഥവാ നിതംബ പേശികൾ. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് പേശി, തുടയിലെ പേശി. സാർട്ടോറിയസ് പേശിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന ഒരു ഹോർമോൺ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന ഒരു ഹോർമോൺ ഇൻസുലിൻ. ഇൻസുലിനാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന ഒരു ഹോർമോൺ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്ന ഹോർമോൺ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ ആണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്ന ഹോർമോൺ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പാരാതൈറോയ്ഡ് ഗ്രന്ഥി. പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികൾ. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളാണ് കൊറോണറി ആർട്ടറികൾ. കൊറോണറി ആർട്ടറികളാണ് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികൾ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.